അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓഫറാണ്. 11 മാസം ആടുകളെ പോലെ ജീവിച്ചു. 11 മാസം കണ്ണ് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവയവങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1 മാസമെങ്കിലും റബ്ബിന്റെ മുന്നിൽ വന്ന് ആ ചെയ്തു പോയ അപരാധങ്ങൾക്ക് പരിഹാരമായി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കറിയാൻ ഒരു 30 രാപ്പകലുകൾ അള്ളാഹു തന്നിട്ട് അതും അവൻ പാഴാക്കിയാൽ അവൻ നരകത്തിന്റെ അവകാശിയാകട്ടെ, സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ. നബിതങ്ങളുടെ ദുആയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, റമളാനിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളിന്ന് പട്ടിണി എടുക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നപാനീയങ്ങൾ വർജിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു, ഈ റമളാനെ നമ്മൾ ആദരിക്കണം, റമളാനിനെ ബഹുമാനിക്കണം, റമളാനിനെ നമ്മൾ സൽക്കരിക്കണം, റമളാനിനെ നമ്മൾ സൽക്കരിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാൻ മാസത്തെ മാത്രം പ്രത്യേകമായി എടുത്തിട്ട് അവൻ്റെ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കിത്തരാൻ വേണ്ടി അവൻ ഈ മാസത്തെ സെലക്ട് ചെയ്തത്. വേറെ എത്രയോ മാസങ്ങളുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെട്ട 4 മാസം ഉണ്ടല്ലോ, ആ 4 മാസം അള്ളാഹ് എടുത്തില്ലല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 മാസം ഉണ്ട്, അള്ളാഹിൻ്റെ മാസം. റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഈ 4 മാസത്തിലും അള്ളാഹ് ഖുർആൻ ഇറക്കാൻ വേണ്ടി ആ മാസത്തെ അള്ളാഹ് സെലക്ട് ചെയ്തില്ല. അള്ളാഹ് സെലക്ട് ചെയ്തത് ഈ റമളാനിൻ്റെ മാസത്തെയാണ്. മനസ്സിലാക്കണം. റമളാനു ഷഹ്റു ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്, എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്. നമ്മുടെ മാസമാണ് ഈ റമളാൻ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാസമാണ് ഈ റമളാൻ. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള മാസമാണ് ഈ റമളാൻ. അള്ളാഹുമായി രഹസ്യ പരസ്യ സംഭാഷണങ്ങൾ നടത്താനുള്ള മാസമാണ് ഈ റമളാൻ. ഖുർആൻ ഓതി തീർക്കാനുള്ള മാസമാണ് റമളാൻ. തഹജ്ജുദ് നമസ്കരിക്കാനുള്ള മാസമാണ് റമളാൻ. അതുകൊണ്ട് ഇത് നിങ്ങൾ പാഴാക്കരുത്. അതുകൊണ്ട് ഈ മാസത്തെയാണ് അള്ളാഹു നമുക്ക് ഖുർആൻ, അള്ളാഹിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ഇറക്കാൻ പോലും അള്ളാഹു തആല സെലക്ട് ചെയ്തത് ഈ പരിശുദ്ധമായ റമളാന്റെ മാസത്തിലാണ്. റജബിലും അല്ല, ദുൽഖഅദയിലും അല്ല, ദുൽഹജ്ജിലും അല്ല, മുഹറമിലും അല്ല. ഇതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ട 4 മാസമാണ്. ഈ മാസം ഒന്നും അള്ളാഹ് എടുത്തിട്ടില്ല. അപ്പം ഇന്നാണ്, ഈ മാസത്തിലാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച് തന്നത് എങ്കിൽ ഈ റമളാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ. നോമ്പ് എന്നുള്ളതൊരു പരിചയാണ്, ഒരു പരിചയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുത്തപ്പോൾ നോമ്പുകാരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേവലം പട്ടിണി കിടക്കലല്ല, ഫൽയസും ഇദാ സുംത, നീ നോമ്പെടുത്താൽ ഫൽയസും സമഉക വബസറുക വലിസാനുക, ഈ 3 കാര്യം കൂടി ഈ നോമ്പിനോടൊപ്പം ആഡ് ചെയ്യണം. ഈ 3 കാര്യം കൂടി. നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണിത്. ഹദീസ്, സഹീഹായ ഹദീസാണ്. നീ നോമ്പെടുക്കുന്നുണ്ടോ, നീ നോമ്പുകാരനാണോ എങ്കിൽ ഒരു 3 കാര്യം കൂടി നീ അതിനോടൊപ്പം ചേർത്തെങ്കിലേ നിന്റെ നോമ്പ് പൂർണ്ണമുള്ളൂ. ഫൽയസും, നീ നോമ്പാകട്ടെ. ഫൽയസും സമഉക്, നിന്റെ ചെവി നോമ്പാകണം. വബസറുക്, നിന്റെ കണ്ണ് നോമ്പാകണം. വലിസാനുക്, നിന്റെ നാവ് നോമ്പാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് 3 പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, വദഅ അദൽ ഖാദിം, വദഅ അദൽ ഖാദിം, നിന്റെ കീഴിൽ പണിയെടുക്കുന്ന നിന്റെ ജോലിക്കാരുണ്ടല്ലോ, സെർവൻ്റ്, വീട്ടിലാകട്ടെ കടയിലാകട്ടെ, ആ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പീഡിപ്പിക്കാനോ നോവിക്കാനോ അടിക്കാനോ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തെറി വിളിക്കാനോ പോകരുത്. പ്രത്യേകിച്ച് ഈ മാസം പറഞ്ഞ വാക്കാണ്, എല്ലാ മാസവും അങ്ങനെ തന്നെ, എന്നാൽ ഈ മാസം ഒന്നുകൂടെ. വദഅ അദൽ ഖാദിം,
നമ്മുടെ കീഴിൽ ജോലി എടുക്കുന്ന ആളെ ഒന്നും മിണ്ടരുതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞാണ്. റമളാൻ്റെ സ്പെഷ്യൽ ഇതാണ്. ഈ റമളാൻ സ്വീകരിക്കുക. ഇത് പട്ടിണി കിടന്നിട്ട് വെറുതെ കാര്യമില്ല അബീബെ. പട്ടിണി ആർക്കും കിടക്കാം. സത്യാഗ്രഹം കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ നിയമസഭയുടെ മുന്നിൽ എത്ര എണ്ണം പട്ടിണി കിടക്കും. പട്ടിണി കിടക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടിണിയല്ല നമ്മുടെ നോമ്പ്. ഇസ്ലാമിൻ്റെ നോമ്പെന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്, ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്. അതൊക്കെ വേറെ വേറെ നോമ്പാണ്. അങ്ങനെയുള്ള നോമ്പല്ല നമ്മുടെ നോമ്പ്. ഒരുപക്ഷെ അവർക്ക് ഇറച്ചി കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ മീൻ കൂട്ടാൻ പാടില്ല, അവർക്ക് വെജ് തന്നെ ആയിരിക്കാം, നോൺ വെജ് പാടില്ല. ഇങ്ങനെയുള്ള നോമ്പുണ്ട്. ആ നോമ്പല്ല നമ്മുടെ നോമ്പ്. നമ്മൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ, നമ്മുടെ ശരീരം നോമ്പാകണം. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ കീഴിൽ നമ്മുടെ ആശ്രിതർ, നമ്മളുടെ കീഴിലുള്ളവർ, അവർക്കും നോമ്പ് വേണമെങ്കിൽ നമ്മൾ അവരോട് നന്മ കാണിക്കണം. ഒരടിമയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനാണ്. ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇമാഇക്കും ഫഇന്ന ലഹ ആജാലൻ കആജാലിക്കും. നിന്റെ സെർവൻറ്റിൽ നിന്ന്, നിന്റെ ഖാദിമിൽ നിന്ന്, ജോലിക്കാരിൽ നിന്ന്, ഭൃത്യനിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്നവരിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു സാധനം അവരുടെ കൈ കൊണ്ട് അബദ്ധവശാൽ താഴെ വീണ് പൊട്ടിപ്പോയി ഒരു വിലപിടിപ്പുള്ളൊരു സാധനമാണ്. അതിൻ്റെ പേരിൽ നീ ആ ഭൃത്യനെ അല്ലെങ്കിൽ ജോലിക്കാരനെ അടിക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ഒരു താക്കീതാണിത്. നിന്റെ കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാരൻ്റെ കയ്യബദ്ധത്താൽ ഒരു വിലപിടിപ്പുള്ളൊരു സാധനത്തിന് കേടുപാട് സംഭവിച്ചു പോയെങ്കിൽ ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇനായിക്കും. ആ സാധനം പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആ മുതലാളി തൊഴിലാളി അടിക്കരുത്. ഫഇന്ന ലഹ ആജാലൻ കആജാലിക്കും. നിങ്ങളെപ്പോലെ ആയസ് ആ സാധനത്തിന് തീർന്നു. മനുഷ്യൻ്റെ ആയസ് തീർന്ന് അറ്റാക്ക് വരുന്നത് പോലെ ആ സാധനത്തിന് അറ്റാക്ക് ഒന്നും അല്ലേ, അപകടം സംഭവിച്ചു, ആക്സിഡൻ്റായി, അത് മരിച്ചുപോയി. അതിൻ്റെ പേരിൽ നിങ്ങൾ അവനെ അടിക്കാൻ പാടില്ല. സഹാബാക്കൾ ചോദിച്ചു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട്, കം നഅഫു അനിൽ ഖാദിം, ഞങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പൊരുത്തപ്പെടണം, എത്ര പ്രാവശ്യം മാപ്പ് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 മറ, 70 പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് ചെയ്ത് കൊടുക്കണം. 70 പ്രാവശ്യം. 7 പ്രാവശ്യം മാപ്പ് ചെയ്യില്ല, പിന്നെ 70 പ്രാവശ്യം. 7 പ്രാവശ്യം. 2 പ്രാവശ്യം പറയുമ്പോൾ കട്ടത്തെറിയാണ് വിളിക്കുന്നത്. വായിന്ന് വരുന്ന വാക്ക് നോമ്പും പിടിച്ചോണ്ടായിരിക്കും. ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഏത് ജോലിക്കാരനാകട്ടെ, അതാണ് നിന്റെ നോമ്പിനെ പരീക്ഷിക്കുന്ന അല്ലാഹു തആല. അവൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് പിറുപിറുക്കും, എനക്ക് എന്തായാലും നോമ്പ് വെച്ചാൽ കിടക്കുന്നത് റിയലിയില്ല, എൻ്റെ വായിന്ന് വരുന്ന സാധനം കണ്ടില്ലേ, എനക്ക് നോമ്പ് പിടിക്കുന്നു. അപ്പുറത്തോട്ട് മാറിയിരുന്നോണ്ട് രഹസ്യമായിട്ട് മനസ്സുകൊണ്ട് പറയും, പോയില്ലേ ഹബീബേ, ശരി തന്നെ സഹോദരാ നീ പറഞ്ഞത്, എന്തിനാണ് നീ നോമ്പെടുത്തത്? ആരെങ്കിലും നിന്നെ തെറി വിളിച്ചാൽ നീ പറയണം, പ്ലീസ് ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇല്ല, ഹലാസ്. അപ്പൊ ഒന്ന് വിളിക്കുമ്പോൾ 10 തിരിച്ചു വിളിക്കലല്ല നോമ്പുകാരൻ്റെ സ്വഭാവം. അവൻ നമ്മളെ തെറി വിളിച്ചു, ആക്ഷേപിച്ചു, നമ്മൾ മിണ്ടരുത്. പള്ളിക്ക് പോയി നിസ്കരിക്കാൻ പുതിയ ആൾക്കാർ വരും, അത് അളിയല്ല, അവനെ കണ്ടാളിയാ 11 ദിവസം കുപ്പി, 1 മാസം തൊപ്പി, അത് നോക്ക് പോയി, ഇവൻ്റെ പോയി. ഈ 11 മാസം പള്ളിക്കകത്തിരുന്ന് തൊപ്പിയിട്ടവൻ്റെ കാര്യം ഒരു കുപ്പിയുടെ പേരിൽ എല്ലാം പൊട്ടി പഞ്ചറായി. വല്ല ആവശ്യമുണ്ടോ? നിന്റെ നാവ് നീ സൂക്ഷിക്കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? നിന്റെ നോമ്പ് പോയി. ആ പാവം സാധുവിന് അള്ളാഹ് പൊരുത്തം കൊടുത്ത് കാണും. നീ 24 മണിക്കൂറും പള്ളിയിലുണ്ടാവും. അവ ഇപ്പോൾ ഇന്നലെ കയറി വന്നു, ചിലപ്പോൾ ഒരു റമളാൻ കൊണ്ടൊരു മനം മാറ്റം ഉണ്ടായേക്കാം. എത്രയോ പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ അവനെ നീ ആക്ഷേപിച്ചു, അതിൻ്റെ പേരിൽ നിനക്കെന്താ സംഭവിച്ചത്? നിന്റെ നോമ്പ് ഫസാദായി. എന്താ ഫായിദയുള്ള? അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫൽയകുൻ സമഉക് വബസറുക് വലിസാനുക്. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നോമ്പിനോടൊപ്പം ആഡ് ചെയ്യേണ്ട 3 കാര്യം: 1 കണ്ണ്, 2 കാത്, 3 നാവ്. ഇത് 3ഉം കൂടി ഈ നോമ്പിനോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞാൽ അതും നോമ്പാകട്ടെ എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഫഅലൈക്കും ബിസ്സകീനതി വവഖാരിൻ. ഈ റമളാന്റെ മാസത്തിൽ ഈ നോമ്പും പിടിച്ച് നിങ്ങൾ ആദരവോടുകൂടി വേണം നടക്കാൻ. നമുക്കൊരു ബഹുമാനം വേണം, നമുക്ക് സ്വമേധയാ ഒരു ബഹുമാനം ഉണ്ടാകണം, ഒരാദരവുണ്ടാകണം. നമ്മളെ കണ്ടാൽ നോമ്പുകാരനാണ് അവനെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നണം.
ആ വഖാർ, ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നടക്കണം. പരിശുദ്ധമായ റമളാനാണ്, നോമ്പാണെന്നുള്ള ആ മഹത്വം മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഅൻ. നീ നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും ഒരുപോലെ ആകരുത് കേട്ടോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശാൻ, നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും കാണിക്കുന്നത് ഒന്നുപോലെ ആകരുത്. നോമ്പില്ലാത്ത സമയത്ത് ഒരുപക്ഷെ നിന്റെ നാവിൽ നിന്നെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഹറാമുകൾ കണ്ടേക്കാം, അല്ലെങ്കിൽ കാതുകൊണ്ട് നീ എന്തെങ്കിലും കേട്ടേക്കാം. എന്നാൽ നോമ്പുകാരനായ ഈ 30 രാപ്പകലുകൾ ഈ കണ്ണുകളും ഈ കാതുകളും ഈ നാവുകളും നീ സൂക്ഷിക്കണം. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഅ. ഈ 2 സന്ദർഭങ്ങളും സമയങ്ങളും ഒരേപോലെ നീ അതിനെ ചേർത്ത് കളയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളോട് ഒന്നാമത് പറഞ്ഞത് എന്താ? നിന്റെ നാവ് അല്ല, നിന്റെ കാത് നീ സൂക്ഷിക്കുക. സമഅ, ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ കണ്ണ് കാതിനെ കുറിച്ചൊക്കെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവുന്നു. അള്ളാഹു നമ്മുടെ ഐബുകളൊക്കെ അള്ളാഹു ഒളിപ്പിച്ച് വെച്ച് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിക്കുമാറാകട്ടെ. കാരണം അതെല്ലാം നമ്മൾ വെളിവായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കാത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അന്നൽ മുഖ്താബ വൽ മുസ്തമിഅ സവാഉൻ. ഒരാള് ഗീബത്ത് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വന്നു, നീ പറയുന്നില്ല, നീ മിണ്ടാതിരുന്ന് സുബ്ഹാനല്ലാഹ് 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 അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ അടുത്തായിരിക്കുന്നത്, സുബ്ഹാനല്ലാഹ് സുബ്ഹാൻ, നീയും അത് പറഞ്ഞവനെ പോലെയാണെന്നാണ്. പോ പോ, ഈ റമദാൻ മാസം ഇതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഒന്നും നീ ഇവിടെ പറയണ്ട, ഓടിച്ചുവിടണം, വരട്ടണം, കടക്ക് പുറത്തുനിന്ന് വരണം. അത് തന്നെ ഏറ്റവും വലിയ വാക്ക്. ഈ പണി കൊണ്ട് ഇങ്ങോട്ട് വരണം, പോ യാ അല്ലാഹ്. ഒരു കാര്യം പറയാൻ നിൽക്കരുത്. അന്നൽ മുഖ്താബ വൽ മുസ്തമിഅ സവാഉൻ. ഈ ഗീബത്ത് പറയുന്നവനും കേൾക്കുന്നവനും തുല്യനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പലിശയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലഅനല്ലാഹു റിബ വആകിലഹു വമൂകിലഹു. പലിശയ്ക്ക് 10,000 കൊടുത്തിട്ട് 500 വാങ്ങി തിന്നുന്നവനും 10,000 രൂപയ്ക്ക് സ്വർണം പണയം വെച്ച് ബാങ്കുകാർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നവനും സെയിം. അപ്പൊ നമ്മൾ വിചാരിക്കും അവൻ പലിശക്കാരനാവും, തിന്നുന്ന കണ്ടില്ലേ, വട്ടിപ്പണം മേടിച്ച് തിന്നുന്നു. നീ ബാങ്കിൽ കൊടുക്കുന്നില്ലേ, അവന് നീയും സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ആളുകൾ ധരിക്കുന്നത് നമ്മൾ വാങ്ങി തിന്നലാണ് ഹറാമ്, അങ്ങോട്ട് ബാങ്കിൽ കൊടുക്കുന്നത് ഹലാലാണ്. അല്ല സഹോദര, ഒരിക്കലും അല്ല സഹോദര, ഇത് രണ്ടും സെയിമാണ്. പലിശയ്ക്ക് നമ്മൾ വാങ്ങി തിന്നുന്നതും പലിശ ബാങ്കുകാർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതും ഒരേ തരത്തിൽ തെറ്റ് തന്നെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതേപോലെയാണ് ഗീബത്ത് പറയുന്നവർ, ഗീബത്ത് കേൾക്കുന്നവർ സെയിമാണ്. രണ്ടും ഒരേ കുറ്റക്കാരായി മാറും. അവരുടെ കാത് നോമ്പാവൂല, അതുകൊണ്ട് അവരിരുന്ന പട്ടിണി വേസ്റ്റ്, അവരുടെ പട്ടിണി വേസ്റ്റ്. അതാണ് ഫൽയസും സംഉക്. പാട്ട് സമയങ്ങൾ പാഴാക്കാൻ വേണ്ടി, സമയങ്ങൾ പോകാൻ വേണ്ടി, ടൈം പാസ്, ഇയർഫോൺ എടുത്ത് അങ്ങോട്ട് ഓണാക്കി വെക്കും, ഏതെങ്കിലുമൊക്കെ നല്ല മ്യൂസിക്കുള്ള പാട്ടുകൾ കേട്ട് സമയം പാഴാക്കും. നോമ്പ് പിടിച്ചിട്ടാണ് ടൈം പാസ്. എങ്ങനെയും പോട്ടെ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ സമയം പാസ്സാവാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു വഴി ഇതാണ്. എവിടെന്നെങ്കിലും ഒരു കോമഡി കേൾക്കുക, അല്ലെങ്കിൽ ഹിന്ദി പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ മാപ്പിള. എല്ലാവരും വിചാരിക്കും മാപ്പിളപ്പാട്ട് ഹലാലല്ലേ, ഇശൽ നിലാവ് എന്നൊക്കെ പറഞ്ഞ് റമദാൻ മാസത്തിൽ ഇടുന്നതല്ലേ, അതിനെന്താ കുഴപ്പം? ഓഹോ, അത് ഹലാലാവും. ഇതിന് സുന്നത്ത് കിട്ടും, മറ്റേതിന് ശിക്ഷയും കിട്ടും. ഇപ്പം സിനിമാ പാട്ട് ഹറാമു, ഈ മാപ്പിളപ്പാട്ട് ഹലാല്. അതെങ്ങനെ ശരിയാവും? മ്യൂസിക്കാണ്. നിങ്ങൾ മ്യൂസിക് ഇല്ലാതെ പാടിക്കോളി, മ്യൂസിക് ഇല്ലാതെ നിങ്ങൾ പാട്ട് കേട്ടോളി. ഈ മ്യൂസിക് അടിച്ച് ആൻഡ് ഡാൻസ് പാടിയിട്ട് അതിങ്ങനെ നമ്മൾ കേൾക്കുന്നതാണ്. ഈ നോമ്പും പിടിച്ചിട്ട് ഖുർആൻ, എത്ര മനോഹരമായ ഖുർആൻ പാരായണം ഉണ്ട്. ആ ഖുർആൻ പാരായണം നിങ്ങൾ എടുത്ത് വെച്ച്, നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞില്ലല്ലോ, പടച്ചവൻ എനിക്ക് ഓതാൻ കഴിയുന്നില്ല. എത്ര രസമുണ്ട്. എത്ര ഓതിയാലും എത്ര കേട്ടാലും മതി വരാത്ത, വിരസത ഉണ്ടാകാത്ത ഒരേ ഒരു സംഗീതം ഖുർആനല്ലേ ലോകത്ത്. വേറെ ഒരു പാട്ട് എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കും. എന്നാൽ നിങ്ങൾ ഖുർആൻ ഒന്ന് കേട്ട് നോക്ക്. പലരും പല രീതിയിൽ ആ ഇമ്പമാർന്ന ശൈലിയിൽ ഓതുമ്പോൾ നമുക്ക് പടച്ചവനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയും. എന്താ രസം കേൾക്കാൻ. ആ മാസ്മരിക ശക്തി അതാണ്. അത് കേൾക്ക്.
പല പല പണ്ഡിതന്മാർ, അല്ലെങ്കിൽ നല്ല നല്ല നെഅത്തുകളുണ്ടല്ലോ, നല്ല നല്ല മദ്ഹ് ഗാനങ്ങളുണ്ടല്ലോ, റമദാനിനെ കുറിച്ച്, അള്ളാഹയെ കുറിച്ച്, റസൂലുള്ളാഹിയെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച്, അങ്ങനെയുള്ളത് കേൾക്കാമല്ലോ. അങ്ങനെയുള്ളത് കേട്ടോളി. എത്രയോ ഹദീസുകൾ നമുക്ക് കേൾക്കാമല്ലോ. എല്ലാം ഇന്ന് യൂട്യൂബിലുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതിന് പകരം ഈ മ്യൂസിക് ഇട്ടുള്ള പാട്ട് നമ്മൾ ചെവി കൊണ്ട് കേട്ടാൽ നിന്റെ ചെവിക്ക് നോമ്പില്ല, നിന്റെ കാതുകൾക്ക് നോമ്പില്ല. പിന്നെ നീ പട്ടിണി ഇരുന്നത് കൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ വേസ്റ്റാണ്. യാതൊരു ഗുണവും ഉണ്ടാവില്ല, യാതൊരു ഫായിദയും ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ നോമ്പ് കബൂലാക്കി തരട്ടെ. റമദാൻ മാസമാണ്, ബക്കറ്റ് കാലിയായിട്ട് വരികയാണ്. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്, നല്ല ഒരാൾ ദുആ ചെയ്യുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റാഹത്താക്കി ബർക്കത്താക്കി എല്ലാവരും സഹായിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും കാര്യമായിട്ട് സഹായിച്ച് സദഖ ചെയ്തോളി. മൊത്തം ഇടണ്ട, വെളിയിൽ കൊടുക്കാൻ വേറെയുണ്ട്. ഞാൻ എപ്പോഴും പറയും, എല്ലാ റമദാനും വരുമ്പോൾ ഇത്തിരി പൈസ അതിന് വേണ്ടി മാറ്റി വെക്കണം. ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഹദീസ് വരുന്നുണ്ട് പിറകിലോട്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ വർഷവും പറയുന്ന പോലെ റമദാൻ ആയതുകൊണ്ട് കുറച്ചൊരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ ഞാൻ ഇൻഷാ അല്ലാഹ് എടുക്കും. നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഈ 4 ആഴ്ച കുറഞ്ഞ സമയങ്ങളേ ഉള്ളല്ലോ. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് തിന്നാനും കുടിക്കാനൊക്കെ ഓടാനുള്ളത് കൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അർഹമായ കൂലി തരട്ടെ. ആമീന് ശക്തിയില്ല, അപ്പം പോരാ, നേരത്തെ വിടണമെന്നായിരിക്കും പ്ലാൻ. എനിക്ക് അത്രയും റാഹത്താണ്. എനിക്ക് എത്ര മിനിറ്റ് കുറച്ച് പ്രസംഗിക്കാൻ കഴിയുമോ അത്രയും റാഹത്താണ് എനിക്ക്. നിങ്ങൾക്ക് അവിടെ AC കുത്തിയിരുന്നാൽ മതി. നമുക്ക് ഇന്നത്തെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറത്തെ പ്രസംഗത്തിന് ഇന്നലെ മൂലം എൻ്റെ പണിയെടുത്ത് ഉറക്കം ഒഴിച്ചിട്ട് ഇനി ജുമാ കഴിഞ്ഞിട്ട് വേണം ഒന്ന് റാഹത്തായിട്ടൊന്ന് ഉറങ്ങാൻ. അപ്പോൾ എത്ര മിനിറ്റ് നേരത്തെ നിർത്താൻ പറ്റുമോ എനിക്കതാണ് സന്തോഷം. എനിക്കിപ്പോൾ പ്രസംഗിപ്പിച്ച് നിങ്ങളെ ഇപ്പോൾ കോൾമേർ കൊള്ളിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമില്ല. പിന്നെ എന്തെങ്കിലും ഉള്ളൊരു ദീനിൻ്റെ ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, അതിനുള്ളൊരു അവസരമാണല്ലോ ഇത് എന്ന് കരുതിയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് കാണാം, എനിക്ക് 365 ദിവസത്തിൽ 150 ദിവസവും പ്രസംഗമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗിച്ച് പേരെടുക്കലൊന്നും എൻ്റെ ഒരു അജണ്ടയിലുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് കുറച്ച് പറയാന്നുള്ളതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ വർഷവും ഈ 2 മണിയൊക്കെ ആവുമല്ലോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് മയ്യത്തുള്ളത് കൊണ്ട് കുറച്ചുകൂടെ നേരത്തെ ഞാൻ നിർത്താം. പക്ഷേ ഈ വിഷയം തീരുവില്ല. വെറുതെ പിന്നെയും വലിച്ച് നീട്ടി കുറേ എല്ലാ ആഴ്ചയിലും കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ തറാവീഹിന് ശേഷം പറയണം. പക്ഷേ തറാവീഹിന് ശേഷം എല്ലാവരും ജുമാക്ക് കൂടുന്ന മുഴുവൻ ആളുകളും കൂടൂലല്ലോ. വരും തറാവീഹ് കഴിഞ്ഞ് കുറച്ച് 5-10 മിനിറ്റ് പ്രസംഗിക്കാൻ ഖുർആനിൻ്റെ വിശകലനങ്ങൾ പറയാകുമ്പോഴത്തേക്ക് ഒരു 50% എഴുന്നേറ്റ് യാ അല്ലാഹ് മാ സലാമ എന്ന് പറഞ്ഞ് ഓടുകയാണ്, ഒരു ഓട്ടാണ്. പിന്നെ കുറേ പഴയ ആളുകൾ തന്നെ ഇരിക്കും, അത് തന്നെ ഉള്ളൂ. കേട്ടവർ തന്നെ വീണ്ടും ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കാതുകൾ സൂക്ഷിക്കണം. ഹറാമായ സംസാരങ്ങൾ, ഹറാമായ വാക്കുകൾ, ഹറാമായ പാട്ടുകൾ, ഇതൊക്കെ കേൾക്കുന്നതിൽ നിന്ന് കാതുകൾ നമ്മൾ സൂക്ഷിക്കണം, എന്നാലേ നോമ്പാവും. അതേപോലെ കണ്ണുകൾ സൂക്ഷിക്കണം. മൻ മല ഐനൈഹി മിനൽ ഹറാം മല അല്ലാഹു ഐനൈഹി മിനൻ നാർ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണോ 2 കണ്ണുകൾ ഹറാമ് കൊണ്ട് നിറയ്ക്കുന്നത് അവരുടെ 2 കണ്ണുകളെ അല്ലാഹു തആല നരകത്തിൻ്റെ തീ കൊണ്ട് നിറയ്ക്കുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഴിവതും റമളാൻ മാസത്തിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക എന്നുള്ളതല്ലാതെ ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നതും അത് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയാൽ വലിയ ഉപകാരം. കാരണം എന്ന് പറഞ്ഞാൽ അറിയാതെ പിന്നെ നമ്മൾ പെണ്ണിൻ്റെ വാക്കല്ല കേൾക്കുന്നത്, പിന്നെ എങ്ങോട്ടൊക്കെയോ നോക്കിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ നോമ്പിനെ ബാധിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സമയം കളയാൻ വേണ്ടി റൂമിലൊക്കെ ഒറ്റയ്ക്കിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധനം ഓണാക്കി ഇങ്ങോട്ടെങ്കിലും കയറിപ്പോവും. പിന്നെ വെറുതെ പട്ടിണിക്കിരുന്ന് വൈകിട്ട് സമൂസ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറയാണ്. നോമ്പെന്ന് പറയുന്നത് മുഴുവനും നോമ്പാണ്. നബിതങ്ങൾ പറഞ്ഞ വാക്ക്, അബൂബക്കർ അല്ല ഈ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണിത്. അതുകൊണ്ട് നമ്മുടെ നോമ്പിൽ നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം. ഹറാമായത് നമ്മൾ നോക്കരുത്. ചില പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ നോമ്പ് ഫസാദാകുന്നത് ഒരു വിചാരത്തോടുകൂടി ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ അവളുടെ അങ്കലാവണ്യത്തിലേക്ക് നമ്മൾ നോക്കൽ നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയുമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്യുമ്പോൾ സിനിമാ പോസ്റ്ററുകൾ കാണാമല്ലോ. എന്തായാലും ഔറത്ത് മറിച്ചിട്ടൊന്നും അല്ലല്ലോ സിനിമാ നടി ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഔറത്ത് മറിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ ഒട്ടിക്കുകയില്ല. എങ്ങനെയാണ് ഏതാണോ ഔറത്തില്ലാത്ത സാധനം അതേ ഒട്ടിക്കുള്ളൂ. അപ്പം നമ്മൾ നോമ്പുമായിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ പറയുന്നവർ അടിയടിച്ചിടാ റമളാൻ നോക്കാതെടാ, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അറിയാതെ സംഭവിച്ചു പോയി, ഒരു ഇസ്തിഗ്ഫാർ ചെയ്തേരെ,
കാരണം നമ്മൾ ഈ 11 മാസം നോക്കി നോക്കി ശീലിച്ചത് കൊണ്ട് ആ മതിലെത്തുമ്പോൾ അറിയാതെ ഒന്ന് തിരിഞ്ഞ് നോക്കിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരടി പടലിക്ക് കൊടുക്കണം പിറകിയിരിക്കുന്ന അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് പൊറുക്കണേ അല്ലാഹ്, ഒരു ഇസ്തിഗ്ഫാർ ചെയ്തേക്കണം. ഏത് സമയത്തും അങ്ങനെയാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ وظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله. ഒരാളൊരു അക്രമം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു തെറ്റ് ചിന്തിച്ചു, അല്ലെങ്കിൽ അറിയാതെ അവൻ കണ്ടുപോയി, കേട്ടുപോയി, സംസാരിച്ചു പോയി, പെട്ടെന്ന് അവൻ അള്ളാഹയെ കുറിച്ച് ഓർത്തു, പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെടാത്തതാണല്ലോ ഞാൻ ചെയ്തത്, നിനക്ക് ഇഷ്ടപ്പെടാത്തതിലേക്കാണല്ലോ ഞാൻ നോക്കിയത് ഫസ്തഗ്ഫറൂലിദുനൂബിഹിം, ഉടനെ അവന്റെ തെറ്റിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയെങ്കിൽ ഫമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അവന്റെ പാവങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ മറ്റേത് ശക്തിയാണ് ലോകത്തുള്ളത്? അതുകൊണ്ട് അറിയാതെ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന, അഊദു ബിക മിനാർ. ഇതുകൊണ്ടാണ് നബി തങ്ങൾ ഈ മാസത്തിൽ ഈ 4 കാര്യം അധികരിപ്പിക്കാൻ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് അധികരിപ്പിക്കണം. അതിനാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത് നമ്മുടെ നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ പൊരുത്തപ്പെടാൻ അതിനുള്ള അല്ലാഹുവിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അതിനാണ് അസ്തഗ്ഫിറുല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ശേഷം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതാണ് ഈ മാസത്തിൽ അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഒരു ദാസൻ 3 പ്രാവശ്യം സ്വർഗ്ഗം നൽകണേ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയും, പടച്ച റബ്ബേ, നിന്റെ ദാസൻ എന്നോട് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അല്ലാഹ്, വഅദ്ഖിൽഹുൽ ജന്ന, അവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. 3 പ്രാവശ്യം ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അള്ളയോട് പറയും, അവനെ നീ സ്വർഗത്തിൽ കയറ്റുപടച്ചവനെ. വഅഊദു ബിക മിനന്നാർ. 4-മതായി നമ്മൾ പറയുന്നത് നരകത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാൽ നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജിർഹു, പടച്ചവനെ അവനെ ആ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. നരകം അല്ലാഹുവോട് പറയും. സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും. അതുകൊണ്ടാണ് ഈ 4 കാര്യം അധികരിപ്പിക്കാൻ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന, അഊദു ബിക മിനന്നാർ. അപ്പം നമ്മളൊരു ചെറിയൊരു തെറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പാവങ്ങൾ പൊറുക്കപ്പെടാൻ അതൊരു കാരണമാകും. സ്വാഭാവികമാണ്, മനുഷ്യനാണ് ഹബീബേ. നമുക്കിതൊക്കെ ഒന്നും ഇപ്പോൾ കണ്ണും മൂടി നടക്കാനൊന്നും പറ്റൂല. പക്ഷെ ഇതിനാണ് അല്ലാഹു തആല ഉടനെ ഈ ക്ലിയർ ചാറ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ മൊബൈലിൽ ആവശ്യമില്ലാത്ത ചാറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ചാറ്റ് അടിക്കുന്നത് എന്തിനാ? ആരെല്ലാം കാണും, വാപ്പ കാണും, ഉമ്മ കാണും, അല്ലെങ്കിൽ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇത് തന്നെ നമ്മൾ കണ്ടുപോയി, ചെയ്തു പോയി. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്ത് തരണേ പടച്ചവനെ. ഒരു വാക്ക് അറിയാതെ സംഭവിച്ചു പോയിട്ടാണ്. അല്ലാതെ പോയിരുന്ന് ഫുള്ള് കണ്ടിട്ട് ആളിയെ മതി അളിയാ പോ, അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതല്ല അതിൻ്റെ അർത്ഥം. ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് പോയിട്ട് 5 മിനിറ്റ് പോയിട്ട് നോക്കിയിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊക്കെയല്ല. അറിയാതെ അങ്ങനെ സംഭവിച്ചു. സ്വാഭാവികമാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപോകും. കോളേജ്, സ്കൂള്, ബസ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ആകെ 10 പ്രശ്നങ്ങൾ. ചന്തയിലെ കടയിലൊക്കെ പോകുമ്പോൾ കസ്റ്റമറൊക്കെ വരുന്ന ഏത് കോലത്തിലാണ് ഇന്നത്തെയൊക്കെ കോലങ്ങൾ അറിയാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. കഴിവതും കണ്ണ് സൂക്ഷിക്കും. പിന്നെ കണ്ണടച്ച് പിടിച്ചോണ്ട് ബാക്കി ഇങ്ങനെയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ കൊടുക്കാൻ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും പിന്നെ ടച്ച്, പിന്നെ അതിന് വലിയ തൗബ ചെയ്യേണ്ടി വരും. അല്ല, ഇയാൾ വലിയ സൂഫിയായി, ഇനി മുസ്താദ് പറഞ്ഞ് കണ്ടടക്കുന്നത് ഇങ്ങനെ. ചിലപ്പോൾ ഇന്നത് ബെറ്റിക്കോട്ട് ഇട്ടൊരു പെണ്ണ് കയറി വന്ന് കടയിൽ സാധനം മേടിക്കാൻ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന അങ്ങനെ പൈസയും പോവും, മാനവും പോവും, എല്ലാം പോവും. അത് നിങ്ങൾ അങ്ങനല്ല ഈ പറഞ്ഞതിനടുത്ത്. കഴിവ് നമുക്കറിയാമല്ലോ, അത് സൂക്ഷിക്കുക. അതേ നമ്മൾ പറയുന്നുള്ളൂ. എന്നിട്ട് സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച നല്ലത്. കണ്ണ് സൂക്ഷിക്കുക, കാത് സൂക്ഷിക്കുക. പിന്നെ 3-മത് സൂക്ഷിക്കേണ്ട മെയിൻ ഭാഗമാണ് നാവ്. വലിയൊരു കാര്യമാണ്. ഞാൻ വെറുതെ പറയല്ല. ഈ റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് പൂർണ്ണമാണോ? അള്ളാഹിന്റെ റസൂലിന് വിശ്വാസമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ്. എൻ്റെ നാവല്ല, എൻ്റെ വാക്കല്ല,
ഹബീബായ തങ്ങൾ ഈ നോമ്പ് നമുക്ക് റാഹത്താകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ 3 കാര്യങ്ങളിൽ വളരെ ഗൗരവമേറിയ വിഷയമാണ്. മൂന്നാമത് നാവ്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സ്വർഗത്തിൽ കയറാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഒരു വഴി എനിക്കൊന്ന് പറഞ്ഞു തരുവോ? സ്വർഗത്തിൽ കയറണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതിനൊരു മാർഗം എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യാ മുആദ് ലഖദ് സഅൽത അൻ അളീം. നീ വലിയൊരു കാര്യമാണല്ലോ എന്നോട് നീ ചോദിച്ചത്, ചെറിയ കാര്യമല്ല. നീ വലിയൊരു കാര്യമാണല്ലോ നീ എന്നോട് ചോദിച്ചത്, വലിയൊരു കാര്യമാണല്ലോ നീ ചോദിച്ചത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളെ ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ഈ പറയുന്ന കാര്യം അള്ളാഹു എളുപ്പമാക്കിയവർക്ക് വളരെ എളുപ്പമാണത്. അത് വളരെ എളുപ്പമായിട്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിൻ്റെ 5 കാര്യം ആദ്യം പറഞ്ഞു കൊടുത്ത: അഅ്ബുദുല്ലാഹ് മാ ലാ തുശ്രിക് ബിഹി ശൈഅ വതുഖീമുസ് സലാഹ് വതുഅ്തിസ് സക്കാഹ് വതസൂമു റമളാൻ വതഹജ്ജുൽ ബൈത്ത്. ഇതൊക്കെ അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, അലാ ദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. ഏറ്റവും നല്ല ഒരു വാതിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ മുആദ്? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു, വസ്സൗമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. വസ്സദഖത്തു തുത്ഫിഉൽ ഖതിയാ, നീ റമളാനിലും അല്ലാത്ത സമയങ്ങളിലും ചെയ്യുന്ന ഈ സദഖകൾ ഉണ്ടല്ലോ, അത് നിന്റെ പാപങ്ങൾ കഴുകിക്കളയും മുആദേ. അതിനാണ് ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ പൈസ കൊടുക്കുമ്പോൾ നിയത്തി, അള്ളാഹ് എൻ്റെ പാവം പുറത്തന്നെ പ്ലീസ്. ഈ അറബികളൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സദഖ ചെയ്യും. അവരുടെ ശൈലി അതാണ്. ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞ വാക്കല്ലേ. ഒരു 100 റുപ്യ കൊടുത്തിട്ട് എൻ്റെ പാവം പുറത്തരണേ അള്ളാഹ്, ചെയ്തു പോയി തെറ്റ് മാപ്പാക്കണേ അള്ളാഹ്. നബിതങ്ങൾ പറഞ്ഞ വാക്കല്ലേ. വസ്സദഖത്തു തുത്ഫിഉൽ ഖതിയ കമാ യുത്ഫിഉൽ മാഉ വന്നാർ. വെള്ളം തീയെ അണയ്ക്കുന്നത് പോലെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ സദഖകൾ അതിന് പരിഹാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖിയാമുൽ ലൈൽ, രാത്രിയുള്ള നമസ്കാരം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മുആദിനോട് പറയുന്നു. ثم تلا تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. രാത്രി എഴുന്നേറ്റ് നിങ്ങൾ നമസ്കരിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയ ആയത്തുകൾ നബി തങ്ങൾ ഓതി കൊടുക്കുകയാണ്. രാത്രി നിസ്കരിക്കിൻ, തഹജ്ജുദ് നിസ്കരിക്കിൻ, തറാവീഹ് നമസ്കരിക്ക്. 8 റക്അത്താകുമ്പോൾ എവിടെ ഓടുന്നേ? എവിടെയൊക്കെ ഓടുക? നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല പോട്ടെ, സ്വഹാബാക്കൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. സ്വഹാബാക്കളെ പിൻപറ്റണമല്ലോ. എന്തിനാ ഈ ന്യായമായ മസലകൾ കണ്ടെത്തുന്നത്? നമുക്ക് കിട്ടുന്ന ഒരു സമയമല്ലേ. ഒരു 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു പോകുന്നു? ഈ 8 റക്അത്താകുമ്പോൾ എല്ലായിടത്തും നിന്നുള്ള ഇറങ്ങി ഓട്ടോ, എങ്ങോട്ടേക്ക് ഓടുക? ഈ ഒരു 10 ഒരു അരമണിക്കൂറും കൂടെ അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എത്ര ലജ്ജയാ, നാണക്കേടാന്നോ? എന്താ ഹറാമാണോ ചെയ്യാൻ പോണത്? അല്ലെങ്കിൽ ഉമ്മത്ത് മൊത്തം ചെയ്യുന്ന മൊത്തം തെറ്റാ, വലാലിയത്തിലേക്കാണോ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ. 1 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ഫർളിന്റെ കൂലി കിട്ടൂലേ? സ്വഹാബത്ത് നിസ്കരിച്ച കൊണ്ട് വ്യക്തമായ തെളിവല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ പിന്നിൽ ഇമാമായിട്ട് നിന്ന് മഅമൂമായിട്ട് നിന്ന് 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തത് സ്വഹാബാക്കൾ ചെയ്യുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാന്റെ റസൂലിനെ വിട്ടുള്ള കളി സ്വഹാബാക്കൾക്കില്ല. ആ സ്വഹാബാക്കൾ നബിതങ്ങളുടെ താങ്ങും തണലുമാണ്. നബിതങ്ങളുടെ ഓരോ അവസ്ഥകളെ മനസ്സിലാക്കിയവരാണ്. ആ പരിശുദ്ധ പ്രവാചകന്റെ അതേ ശൈലിയെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമസ്കരിച്ച് നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ മുർഷിദീങ്ങളായ ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ അനുസരിച്ചോളിൻ, നിങ്ങൾ പിഴച്ചു പോകൂല എന്ന് നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂലും ആ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയ സ്വഹാബാക്കളും
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബാക്കളും ഏതൊരു വഴിയിലാണോ അത് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. എൻ്റെ സ്വഹാബാക്കൾ 20 നമസ്കരിച്ചെങ്കിൽ നമുക്ക് നിസ്കരിച്ചാൽ എന്താ? എവിടെ കൂടുന്നത്? ആകെ ഒരു 20 റക്അത്തിന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പൊരുത്തം ചോദിക്കാൻ പറ്റിയ സമയമല്ലേ? മലക്കുകൾ വന്നിരുന്ന് നമുക്ക് ആമീൻ പറയല്ലേ? നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടാൻ മലക്കുകൾ നമുക്ക് കൊണ്ട് ശഫാഅത്ത് ചെയ്യല്ലേ? അപ്പൊ ആരെ ഒളിച്ചോടി പോകുന്നെന്ന് അള്ളാഹ് നോക്കല്ലേ? അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകണം. അള്ളാഹ്ക്ക് നമ്മൾ ഇതിനൊക്കെ മുടന്ത ന്യായങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ ന്യായങ്ങൾ നോക്കാറുണ്ടോ? ശരീഅത്ത് നോക്കാറുണ്ടോ? നിങ്ങൾ വാഹനം എടുക്കുന്ന വിഷയത്തിൽ ശരീഅത്ത് നോക്കാറുണ്ടോ? വീട് വെക്കുന്ന വിഷയത്തിൽ ശരീഅത്ത് നോക്കാറുണ്ടോ? കച്ചവടത്തിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ ശരീഅത്ത് നോക്കാറുണ്ടോ? സംസ്കാരത്തിൽ മാത്രം ഭയങ്കരമായ ശരീഅത്ത്, നബി തങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നു, ബാക്കിയുള്ളത് നബി തങ്ങൾ ചെയ്യാത്തതെല്ലാം അതൊക്കെ ഹലാലും ജായിസുമാകും. എന്ത് സഹോദര, നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്, കളയരുത്. മക്കയിൽ എത്രയേ ഉള്ളൂ, അവിടെ ഇത്ര, അതൊക്കെ വേറെ പല പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കണ്ട. നമ്മുടെ സ്വഹാബാക്കൾ നമ്മൾ നമസ്കരിച്ച് നോക്കണം. നമ്മൾ നമസ്കരിക്കും. 30 ദിവസം തീർന്നു. 4 ദിവസം എത്ര പെട്ടെന്ന് പോയി. ഇനി എത്ര ദിവസമുണ്ട്? ഈ ജനങ്ങൾ പിരാവി പെട്ടെന്ന് പോവുകയാണ്. ഈ സംഭവം പെട്ടെന്ന് തീർന്നു പോയി. ഇനിയിപ്പോൾ ഈ ജുമാ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത 4ാമത്തെ ജുമാ പെടാനാവുകയാണ്. കുറച്ച് കിട്ടിയ ചാൻസ് ആണ്, അതുകൊണ്ട് കളയരുത്. 20 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക. ആ സമയത്ത് കുറേ എണ്ണം എഴുന്നേറ്റ് ചാടി, എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി കുറ്റിയും പിടിയും വലിച്ച് അവിടെ പോയിരുന്ന് പൊയിലയും തിന്ന് തമ്പാക്ക് അടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. വെറുതെ, ആവശ്യമില്ലാതെ വെറുതെ കറങ്ങി നടക്കൽ തന്നെ. സമയം പാഴാക്കല്ലേ. കിട്ടിയ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫറാണ് ഈ മാസത്തില്. ഉത്സവമാണ്, നിങ്ങളുടെ ഉത്സവമാണ്, 30 ദിവസത്തെ ഉത്സവമാണ്. ഇത് നിങ്ങൾ പാഴാക്കരുത്. അള്ളാഹു തആല ഓരോന്നിനും ഇരട്ടി പ്രതിഫലമാണ് തരുന്നത്. 20 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് 20 റക്അത്ത് ഫർദ് നിസ്കരിച്ചതിന്റെ കൂലി അള്ളാഹു നമുക്ക് എഴുതുകയാണ്. ചെറിയ കാര്യമല്ലാതെ അത് നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുആദ്, രാത്രി നീ നമസ്കരിക്ക്, എല്ലാം പറഞ്ഞിട്ട് അവസാന നബി തങ്ങൾ പറഞ്ഞു, മുആദ്, അലാ അദുല്ലുക, ഞാനൊരു കാര്യം പറഞ്ഞ, മിലാക്കി ഹാദ, ഇതിൻ്റെ മുഴുവൻ ആകെ മൊത്തത്തിൻ്റെ ഒരു തുക ഞാൻ പറയട്ടെ. ഇതിൻ്റെ മുഴുവൻ ആകെ മൊത്തം, ഇന്ന് ഇത്രയും നമ്മൾ തുടക്കം മുതൽ ഇസ്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഇതിൻ്റെ മെയിൻ ഭാഗം ഞാൻ പറയട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ അഖദ ബിലിസാനിഹി, തൻ്റെ നാവ് നീട്ടിപ്പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുആദ് കുഫ അൻക ഹദാ, ഇത് നീ സൂക്ഷിക്കണം കേട്ടോ, ഇത് നീ സൂക്ഷിക്കണം. ഉടനെ മുആദ് റളിയല്ലാഹു തആല ചോദിച്ചു, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി യാ റസൂലല്ലാഹ്, നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ നാളെ അള്ളാഹിന്റെ അടുക്കൽ ചോദ്യമുണ്ടോ? നമ്മൾ ആ വിഷയത്തിൽ നമ്മളെ പിടിക്കുവോ നബിയെ? എന്താ മുആദ് നീ പറയുന്നത്? എന്താ മുആദ് നീ അങ്ങനെ ചോദിച്ചത്? ഓർത്തുകൊള്ളുക, ഹൽ യകുബ്ബുൻ നാസ അലാ മനാഖിരിഹിം ഫീ നാരി ജഹന്നം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ഓർത്തോ, ഓരോരുത്തരെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത പാപമാണ് മുആദ്. അതുകൊണ്ട് മുആദ്, എത്ര നോമ്പെടുത്താലും എത്ര നമസ്കരിച്ചാലും ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ആരുടെയും ഈമാൻ ശരിയാവുകയില്ല അവന്റെ ഖൽബ് ശരിയാവാത്തിടത്തോളം കാലം, അവന്റെ ഖൽബ് ശരിയാവുകയില്ല അവന്റെ നാവ് ശരിയാവാത്തിടത്തോളം കാലം. അവന്റെ നാവ് വളഞ്ഞു പോയാൽ, അവന്റെ നാവ് ഗീബത്ത് സംസാരിച്ചാൽ, അവന്റെ നാവ് പരിഹസിച്ചാൽ, അവന്റെ നാവ് കളവ് പറഞ്ഞാൽ, അവന്റെ നാവ് നമീമത്ത് ഏഷണി പറഞ്ഞാൽ, അവന്റെ നാവ് ആരെയെങ്കിലും ആക്ഷേപിച്ചാൽ, അധിക്ഷേപിച്ചാൽ, തെറി വിളിച്ചാൽ, അവന്റെ നോമ്പ് ഫസാദ്, അവന്റെ നോമ്പ് ഫസാദ്. അവൻ വെറുതെ പട്ടിണിക്കിരുന്നിട്ട് കാര്യമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 3 അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവാണ്. കാരണം നാവാണ് ഈ റമദാനിനെ മുഴുവനും ഇടങ്ങേറാക്കുന്നത്. ദയവ് ചെയ്ത് ഈ 30 ദിവസം പ്ലീസ് കാലു പിടിച്ചു പറയുന്നു, ഒരുത്തൻ്റെ നന്മയും പറയണ്ട, ഒരുത്തൻ്റെ തിന്മയും പറയണ്ട. ആ സമയം നാവ് ദിക്റ് ചൊല്ല്. ഇനി ഇതിൻ്റെ ഹദീസുകൾ കുറയേണ്ട സമയമില്ലാത്ത ഞാൻ നിർത്താണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണേ റമദാൻ മാസത്തിൽ, എങ്കിൽ നമ്മുടെ റമദാൻ ഇഷ്ടപ്പെടും.